ഇന്ന് നമ്മൾ ലോകം മൊത്തം സംസാരിക്കുന്ന ഒരു കാര്യമാണ് നോവൽ കൊറോണ വൈറസ് അഥവാ COVID-19 പാൻഡമിക്കിനെ കുറിച്ചുള്ള ഒരു ക്രൈസിസ് സിറ്റുവേഷൻ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാൻസർ രോഗികളെ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇരട്ടി ആശങ്കയാണ്. ഒരു വശം ക്യാൻസർ രോഗത്തിനെക്കുറിച്ചുള്ള പേടിയും ചികിത്സയെക്കുറിച്ചുള്ള ആശങ്കയും, മറുവശം COVID-19 കുറിച്ചുള്ള ഭീതിയും പേടിയും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ ചർച്ച COVID-19 പാൻഡമിക് ക്രൈസിസിൻ്റെ നടുക്ക് ക്യാൻസർ ചികിത്സയും ക്യാൻസറിന് സംബന്ധിച്ചിട്ടുള്ള ടെസ്റ്റുകളും ക്യാൻസർ രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലെൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ, സീനിയർ സ്പെഷ്യലിസ്റ്റ്, മെഡിക്കൽ ഓൺകോളജി, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, കോഴിക്കോട്. നമസ്കാരം. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ COVID-19 ഇൻഫെക്ഷൻ ക്യാൻസർ ഇല്ലാത്ത ഒരു ആളെ ബാധിക്കുന്നതിനും ക്യാൻസർ ഉള്ള ആൾ COVID-19 ഇൻഫെക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, കോംപ്ലിക്കേഷൻസ് അഡീഷണലായിട്ട് നമ്മൾ കാണേണ്ടി വരും, വ്യത്യാസം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ നമ്മൾക്ക് ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട, ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻറ്റ് ഓൾറെഡി ഒരു സാധാരണ ഒരു പേഷ്യൻറ്റിനേക്കാളും കുറേ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അതിൽ നമ്മളെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി ഒരു സാധാരണ ആളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അത് ക്യാൻസർ കാരണം തന്നെ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം, അത് ട്രീറ്റ്മെൻറ്റ് കീമോതെറപ്പി ആയാലും റേഡിയേഷൻ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ സർജറി കഴിഞ്ഞിട്ടും, അങ്ങനത്തെ എല്ലാ കണ്ടീഷൻസിലും ഒരു പേഷ്യൻറ്റ് ഓൾവേസ് ഒരു ഇമ്മ്യൂൺ സപ്രഷൻ പോലെയാണ് കാണാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള, ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ, ഒരു വൈറസ് ഇൻഫെക്ഷൻ, ഈ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം വരാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു സ്ഥിതിയിലാണ് ഈ കോവിഡ് ഇപ്പോൾ ഒരു പാൻഡമിക്കായിട്ട് ഒരു ഇൻഫെക്ഷനായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ ക്യാൻസറിൽ നമ്മൾ ഇമ്മ്യൂൺ സപ്രഷനായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് ഈ കോവിഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു നോർമൽ ഒരു ആളെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അത് ആക്ട് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ പേഷ്യൻസിൽ ഈ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട്, ഈ BP പ്രോബ്ലംസ്, ഇതെല്ലാം കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ICUയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഇറ്റലിയിൽ നടന്ന എക്സാമ്പിളിൽ നമ്മൾ കുറേ സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിൽ ഒരു 20% ക്യാൻസർ പേഷ്യൻറ്റ് ഡെത്ത് ആവാൻ സാധ്യത ഉണ്ട് ഈ കോവിഡ് ഇൻഫെക്ഷൻ്റെ കാരണമായിട്ട്. സോ അതുകൊണ്ടാണ് ഈ ക്യാൻസർ പേഷ്യൻസ് വളരെ സൂക്ഷിക്കണം. നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഈ ഇൻഫെക്ഷൻ മാസ്ക് യൂസ് ചെയ്യുന്ന, ഇതെല്ലാം സൂക്ഷിച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പേഷ്യൻസ് ചോദിക്കാറ്, ഒരു ക്യാൻസർ ഇല്ലാത്തൊരു പേഷ്യൻറ്റ് അവർക്ക് ഒരു സ്ക്രീനിങ്, ഒരു ക്യാൻസർ ഉണ്ടോ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചെക്കപ്പ് ഈ സമയത്ത് ചെയ്യാൻ ഈ ഒരു സമയം നല്ല സമയമാണോ? അതൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഡോക്ടർ സതീഷ്? ഇപ്പോൾ റൂട്ടീനായിട്ടുള്ള ഒരു സ്ക്രീനിങ്, ഏതൊരു സിംറ്റംസും ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ആകാംക്ഷേൻ്റെ പേരിൽ, ആങ്സൈറ്റീൻ്റെ പേരിൽ ഒരു സ്ക്രീനിങ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് നോട്ട് ദി റൈറ്റ് ടൈം. കാരണം ഹോസ്പിറ്റൽ സന്ദർശനം കഴിയുന്നതും ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മൾ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഏസിംറ്റമാറ്റിക് ആയിട്ട്, അതായത് ഒരാൾക്ക് ഒരു ലക്ഷണങ്ങളും ഇല്ലാണ്ട് തന്നെ അയാൾ COVID-19 സ്പ്രെഡ് ചെയ്യാന്നുള്ള ഒരു കാരിയറായി സഞ്ചരിച്ച് നടക്കാമെന്നുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഒരിക്കലും 100% ഫൂൾ പ്രൂഫായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ആ ഒരു സാധ്യത കൂടുതലുള്ളതുകൊണ്ടും അനിവാര്യമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ ഹോസ്പിറ്റൽ സന്ദർശനം പാടുള്ളൂ. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റും. ഈ COVID-19 ക്രൈസിസ് സെറ്റിലായതിനു ശേഷം ചെയ്താലായിരിക്കും ഏറ്റവും നല്ലത്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഒരു സിംറ്റംസ് ഇല്ലാത്ത ആൾക്ക് ഓക്കെ, ഇപ്പോൾ ഒരു ആൾ ഒരു മാറാത്ത വ്രണം കണ്ടു, അത്യാവശ്യം ഒരു 2-3 ആഴ്ച വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു തടിപ്പ് കണ്ടു, ഒരു മാസത്തോളം നോക്കി, എന്നിട്ടും മാറുന്നില്ല, അപ്പോൾ തീർച്ചയായിട്ടും അവർ അത് ടെസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ എങ്ങനെയാണ് സമീപിക്കുക? ഈ ഒരു സമയത്ത് നമ്മൾക്കൊരു ക്യാൻസറിൻ്റെ ഡൗട്ടുള്ള ഒരു മുഴ പോലെ അങ്ങനെ വരാണെങ്കിൽ, അപ്പോൾ
ഈ കൂടുതൽ ഡിലേ ചെയ്യാതെ നമ്മൾ ഈ സമയത്ത് ഈ പ്രിക്കോഷൻസ് പറഞ്ഞ് നമ്മൾ ഇതിനെ കെയർഫുൾ മീൻസ് കോവിഡിൻ്റെ എതിരായിട്ട് നിന്ന് പ്രിക്കോഷൻസ് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെ ആയിരിക്കും. ബിക്കോസ് നമ്മൾക്ക് പറയാൻ പറ്റില്ല ഇത് ഏത് ടൈപ്പ് ക്യാൻസർ ആയിരിക്കും. ഇതൊരു മെല്ലനെ ഗ്രോ ചെയ്യുന്ന ഒരു മുഴയാവാൻ സാധ്യത ഉണ്ട്. അതിൽ വലിയ അർജൻറ്റായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ടൈപ്പ് ട്യൂമേഴ്സ് ഉണ്ട് വളരെ ഫാസ്റ്റായിട്ട് വേഗം അങ്ങനെ കൂടി ഇങ്ങനെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യണം. അതിലൊന്ന് നമ്മൾ ബയോപ്സി ചെയ്യുന്നതാണ്, പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്നതാണ് വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യമുള്ള ടെസ്റ്റ്സ് മാത്രമാണ് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാനുള്ള ക്യാൻസർ ഏത് ടൈപ്പ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ അത് ഏത് ടൈപ്പ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ അർജൻറ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ്സാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നമ്മൾ ഈ ബയോപ്സി ഒരു സിമ്പിളായിട്ട് സേഫായിട്ട് ചെയ്യാൻ ഒരു ടെസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ സ്കാൻസിൽ CT സ്കാനോ അല്ലെങ്കിൽ ഒരു പെറ്റ് സ്കാനും അത് അത്യാവശ്യം സേഫ്റ്റി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പേഷ്യൻ്റ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ കോവിഡ് പാൻഡമിക് സമയത്ത് നമ്മൾ ഏത് ടൈപ്പ് ക്യാൻസറാണ് അർജൻറ്റായിട്ട് നമ്മൾ വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്യാൻസറാണ് നമ്മൾ അത്ര അർജൻറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഒന്ന് പറയാൻ പറ്റുമോ? ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ വാക്കാണ്, പക്ഷേ ഒരുപാട് സ്പെക്ട്രം ഓഫ് ഡിസീസസ് സിംറ്റംസ് ചേർന്നിട്ടുള്ള ഒരു രോഗമാണ്. അപ്പോൾ എല്ലാ ക്യാൻസറും ഒരേപോലെയല്ല. ഒരു അവയവത്തെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ മറ്റൊരു അവയവത്തിന് ബാധിക്കുന്ന ക്യാൻസറിനും വ്യത്യാസങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രോസ്റ്റേറ്റ് ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ഒരു ക്യാൻസർ പലപ്പോഴും കാഠിന്യം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കുറേ സമയം കൊണ്ട് വർദ്ധിക്കുന്ന ടൈപ്പിലുള്ള ഒരു ക്യാൻസർ ആയിരിക്കാം. അതേപോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസർ, അത് അത്ര വേഗം പെട്ടെന്ന് പിടിച്ച് പടരുന്ന ഒരു ടൈപ്പ് ക്യാൻസർ അല്ല ഭൂരിഭാഗം തൈറോയ്ഡ് ക്യാൻസറുകളും. അപ്പോൾ അങ്ങനത്തെ ക്യാൻസേഴ്സിൽ നമുക്ക് അത്യാവശ്യം സാവധാനം COVID-19 അത്യാവശ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റും ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മറിച്ച് ഇപ്പോൾ ഗർഭാശയകള ക്യാൻസർ, അതായത് സർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, ചെവി, മൂക്ക്, തൊണ്ട ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സും അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസറുകളും ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്യാൻസറുകളും അത്രയും സമയം നമുക്ക് ലീവേ കൊടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ക്യാൻസേഴ്സിൽ തീർച്ചയായിട്ടും മലാശയത്തിൽ സംബന്ധിച്ചിട്ടുള്ള ക്യാൻസേഴ്സ് ഇതിനൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വൈകിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറലി നമ്മൾ ഒരു കാറ്റഗറൈസേഷൻ പറയുന്നത് ലോ റിസ്ക് ക്യാൻസേഴ്സ്, ഇൻ്റർമീഡിയറ്റ് റിസ്ക് ക്യാൻസേഴ്സ്, ഹൈ റിസ്ക് ക്യാൻസേഴ്സ്, ഇങ്ങനെ ഒരു 3 ഘടകമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ തീർപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ റിസ്ക് ക്യാൻസർ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞ മാതിരി ലോ ഗ്രേഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ലിംഫോമ എന്ന് പറയുന്ന ലോ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ട്യൂമേഴ്സ്, അല്ലെങ്കിൽ സ്കിൻ ക്യാൻസേഴ്സ്, മെലനോമ അല്ലാത്ത സ്കിൻ ക്യാൻസേഴ്സ്, പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള ചില ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, ഇപ്പോൾ ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ HER2 എന്ന് പറഞ്ഞ റിസപ്റ്റർ നെഗറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, ഇതൊക്കെ അത്യാവശ്യം കാഠിന്യം കുറഞ്ഞിട്ടുള്ള ട്യൂമേഴ്സാണ്. അപ്പോൾ ലോ റിസ്ക് ആണ്. അതിൻ്റെ അർത്ഥം നമുക്കൊരു 3 മാസം വരെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വൈകിച്ചാലും ഫലത്തിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് സംഭവിക്കില്ല എന്നുള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് റിസ്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗർഭാശയത്തിൽ ഒരു പ്രശ്നം കണ്ടു, എൻഡോമെട്രിയം ഉൾഭിത്തി, യൂട്രസിൻ്റെ ഉൾഭിത്തിയിൽ ഒരു ട്യൂമർ കണ്ടു, സർജറി ചെയ്തു, അത് കഴിഞ്ഞ് ഫർദർ ട്രീറ്റ്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ കുറച്ച് ഹയർ ഗ്രേഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ്, ഇതൊക്കെ ഇൻ്റർമീഡിയറ്റ് റിസ്ക് ക്യാൻസേഴ്സ് ആണ്. അതിൻ്റെ അർത്ഥം നമ്മൾ COVID-19 റിസ്ക് എത്രയാണ് അവർക്കുള്ളത്, ലോ റിസ്ക് കോവിഡ് എക്സ്പോഷർ ആണോ ഹൈ റിസ്ക് കോവിഡ് കാറ്റഗറിയിലാണോ നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അവർക്ക് ലോ റിസ്ക് ആണെങ്കിൽ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുക, ഹൈ റിസ്ക് കോവിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കോവിഡ് ക്രൈസിസിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡിൻ്റെ ക്വാറൻറ്റൈൻ അളവ് ചെയ്തിട്ട് അതിന് ശേഷം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് റിസ്കിൽ. ഹൈ റിസ്ക് ക്യാൻസേഴ്സ്, മെജോറിറ്റി ഓഫ് ദി ക്യൂറബിൾ ക്യാൻസേഴ്സ്, ഹെഡ് ആൻഡ് നെക്ക് അല്ലെങ്കിൽ ലങ്സിലുണ്ടാവുന്ന ക്യാൻസേഴ്സ്, അന്നനാളത്തിലുണ്ടാവുന്ന ക്യാൻസേഴ്സ്, ബ്ലാഡർ ക്യാൻസേഴ്സ്, മലാശയത്തിലുള്ള ക്യാൻസേഴ്സ്, ഈ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ടൈപ്പിലല്ലാത്ത ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, പിന്നെ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ്, ഇതൊക്കെ അർജൻറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന ട്യൂമേഴ്സാണ്. അപ്പോൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഒരിക്കലും ഈ കോവിഡ് ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിധിയിനപ്പുറം കൂടിപ്പോയാൽ 2 ആഴ്ച വൈകിക്കുക, അതിനപ്പുറം വൈകിക്കരുത് എന്നുള്ളതാണ് ഒരു ജനറൽ പ്രാക്ടീസ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകമെമ്പാടും തന്നെ ഈ ഒരു നോവൽ കൊറോണ വൈറസിൻ്റെ അറ്റാക്കിൻ്റെ കീഴിൽ
ഇത് മാത്രമേ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഓബ്വിയസ്ലി ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി അതാത് പരിസരത്ത് എന്താണോ പ്രശ്നം, ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഗർഭാശയത്തിലുണ്ടാകുന്ന ക്യാൻസറുകളും ബ്രസ്റ്റ് ക്യാൻസറുകളും ആയിരിക്കാം. മറിച്ച് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് ആയിരിക്കും കൂടുതലും. അപ്പോൾ ഏത് ജോഗ്രഫിക്കൽ എൻറ്റിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടും കൂടി ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് എന്തായാലും മുന്നോട്ട് പോവാം. എന്ത് എമർജൻസി ക്യാൻസറിനെ കൊണ്ടുള്ള എന്ത് എമർജൻസീസ് ഉണ്ടെങ്കിലും, ഉദാഹരണത്തിന് ഇപ്പോൾ സ്പൈനൽ കോഡ് കംപ്രഷൻ, അതായത് നട്ടെല്ലിൻ്റെ ഞരമ്പുകൾ ഈ സ്പൈനൽ കോഡ് മെറ്റസ്റ്റസിസ് കാരണം ഞരമ്പ് ക്ഷയിക്കാനുള്ള സാധ്യതയുണ്ട്, ചലനശേഷി നഷ്ടപ്പെടാനും പ്രവർത്തനശേഷി നഷ്ടപ്പെടാനും സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എമർജൻസിയാണ്. അതുപോലെ തന്നെ ബ്ലീഡിങ്, പിന്നെ മലാശയത്തിനെ സംബന്ധിച്ചിടത്തോളം വൻകുടലിലോ മലാശയത്തിലുള്ള ട്യൂമേഴ്സ് ഈ മലവിസർജന മാർഗം ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, തടയുക, ഇതൊരു എമർജൻസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ സാഹചര്യം എന്തായാലും ട്രീറ്റ്മെൻറ്റിലേക്ക് മുന്നോട്ട് പോകും. ഓബ്വിയസ്ലി നമ്മൾ COVID-19 എല്ലാ പ്രിക്കോഷൻസും പ്രൊട്ടക്ഷൻസും എടുത്തുകൊണ്ട് തന്നെ. ഇത് പറയാൻ കാരണം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റിന് മാത്രമല്ല, അവരെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്കും ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണലിനും കൂടി റിസ്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാ പ്രൊട്ടക്ഷനും എടുത്തുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യണം. ചുരുക്കത്തിൽ നമ്മൾ കാര്യം മനസ്സിലാക്കാന്ന് 3 കാര്യങ്ങളാണ് പറയുക. STD എന്ന് പറയും, അതായത് ഷീൽഡിങ്. പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് പനിയോ ചുമയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മാസ്ക് ഉപയോഗിച്ച് അവരുടെ സെക്രീഷൻസ് പുറത്ത് വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അതേപോലെ അഥവാ സെക്രീഷൻസ് എന്തെങ്കിലും വന്നാൽ തന്നെ അതിൻ്റെ കോൺടാക്റ്റ് തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാത്ത രീതിയിൽ, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പകരാത്ത രീതിയിൽ ചെയ്യണം. പിന്നെ രണ്ടാമത്തേത് ടൈം ഇൻ ഹോസ്പിറ്റൽ ഷുഡ് ബി ആസ് മിനിമം ആസ് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്ന പോലെ ട്രീറ്റ്മെൻറ്റിൽ ചില രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തേണ്ടി വരും, ചില ട്വീക്കിംഗ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രയും ചുരുങ്ങിയ കാലയളവ് ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റും അവരുടെ കൂടെ ശുശ്രൂഷിക്കുന്നതിന് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെയുള്ളതാണ് ഡിസ്റ്റൻസ്. ഓബ്വിയസ്ലി നിങ്ങളെല്ലാവരും ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ്, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പീപ്പിൾ എന്നുള്ളത് കുറേ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതും ഇതിന് ബാധകമാണ്, ഇതിന് വളരെ പ്രധാനവും കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് ജനറലി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒട്ടാകെ നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻസ് പറയുമ്പോൾ കീമോതെറപ്പീനെ പ്രത്യേകിച്ച് ഈ COVID-19 ക്രൈസിസിൽ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അവർക്ക് ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്? സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഒരു കീമോതെറപ്പി പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു സർജറി ചെയ്തു അല്ലെങ്കിൽ ഫസ്റ്റ് സൈക്കിൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സമയം ഒരു കീമോതെറപ്പി തുടങ്ങാൻ നോർമലി നമ്മൾ പറയാറ് ഒരു 4 മുതൽ 6 ആഴ്ച ആണ് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കീമോ തുടങ്ങേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ കോവിഡ് കാരണം നമ്മൾ എത്ര മാത്രം ഡിലേ ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം നല്ലതാണ്. ബിക്കോസ് നമ്മൾ പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാതെ ഇരിക്കാൻ നോക്കണം. പിന്നെ പേഷ്യൻറ്റിൻ്റെ കൂടെ വരുന്ന അറ്റൻഡേഴ്സ് അവർക്കും ഇൻഫെക്ഷൻ അവർ പകരുത്, ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഇൻഫെക്ഷൻ അവർക്ക് കിട്ടരുത്. സോ ഇതൊക്കെ പ്രിക്കോഷൻസ് നോക്കിയിട്ട് നമ്മൾ എത്രമാത്രം ഡിലേ ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം നമ്മൾ ഡിലേ ചെയ്യും. അത് യൂഷ്വലി ഒരു 8 ആഴ്ച വരെയാണ് മാക്സിമം, ഒരു 2 മാസം വരെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കീമോതെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. കീമോതെറപ്പി തന്നെ നമ്മൾ കുറേ വ്യത്യാസ കീമോതെറപ്പി ഉണ്ട്. ചില കീമോതെറപ്പി എല്ലാ ആഴ്ച കൊടുക്കുന്ന കീമോ ഉണ്ട്, ചില കീമോതെറപ്പി ഉണ്ട് 3 ആഴ്ച കൂടുമ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ വിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീമോതെറപ്പി ചില എണ്ണം ഈ ആഴ്ചയിൽ കൊടുക്കുന്നത് മാറ്റിയിട്ട് ഡോസ് കുറച്ചൊന്ന് കൂട്ടിയിട്ട് 3 ആഴ്ച കൂടുമ്പോൾ കൊടുക്കുന്ന കീമോ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, നമ്മൾ ഇഞ്ചക്ഷനാണ് കുറേ കീമോതെറപ്പി ഉപയോഗിക്കുന്നത്. ചില കീമോ ഉണ്ട് ഓറലായിട്ട് ഗുളിക പോലെ കഴിക്കാൻ പറ്റുന്ന. അപ്പോൾ അത് ഓരോ ക്യാൻസറിൽ വ്യത്യാസമാണ്. അപ്പോൾ ചില ടൈപ്പ് ക്യാൻസർ നമ്മൾ ഇഞ്ചക്ഷൻ്റെ പകരമായിട്ട് നമ്മൾക്ക് ഗുളിക യൂസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ മീൻസ് ഹോസ്പിറ്റലിൽ തന്നെ വരാതെ ഈ ഗുളിക വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്.
പിന്നെ വരുന്നതാണ് നമ്മൾ ഈ കീമോതെറപ്പി കാരണം ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്? നമ്മൾ കീമോ കൊടുക്കുമ്പോൾ ഈ ബ്ലഡ് കൗണ്ട്, നമ്മളെ WBC കൗണ്ട് കുറഞ്ഞു പോകും. അപ്പോഴാണ് ഈ ഇൻഫെക്ഷൻ, അപ്പോഴാണ് ഈ വൈറൽ ഇൻഫെക്ഷൻ, കോവിഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ നമ്മൾ ചില ഇഞ്ചെക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്, ഈ GCSF പറഞ്ഞ ഇഞ്ചെക്ഷൻ. ഈ ഇഞ്ചെക്ഷൻ നമ്മൾ ഈ കൗണ്ട് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. ഒരു സാധാരണ ഒരു ഗതിയിൽ നമ്മൾ ഈ ഇഞ്ചെക്ഷൻ പ്രായം കൂടിയുള്ള പേഷ്യൻസ്, 60 വയസ്സിൻ്റെ മേലെ, പിന്നെ നല്ല റിസ്ക് ഉള്ള പേഷ്യൻസ്, റിസ്ക് ഉള്ള പറഞ്ഞാൽ ഷുഗർ, BP, ഹാർട്ട് പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, അവരിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ COVID-19 ഒരു ഇൻഡിക്കേഷനാണ് ഈ ഇഞ്ചെക്ഷനും യൂസ് ചെയ്യാൻ. ഈ ഇഞ്ചെക്ഷൻ കൊണ്ട് നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ അതും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് കീമോതെറപ്പി പേഷ്യൻസിൽ. പിന്നെ ചില പേഷ്യൻസ് ഉണ്ട് ഓൾറെഡി നമ്മൾ കീമോതെറപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈ എപ്പിഡമിക്, ഈ ഇൻഫെക്ഷൻ വന്നു, ഇപ്പോൾ എന്താ ചെയ്യുക, കീമോ നീട്ടി വെക്കണോ അല്ലെങ്കിൽ കീമോ ഡിലേ ചെയ്യണോ, ഓൾറെഡി തുടങ്ങി വെച്ച ആൾക്കാർ. അങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ ഏർജൻറ്റായിട്ട് കൊടുക്കുന്ന, ക്യൂറേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ടൈപ്പ് പേഷ്യൻസിൽ നമ്മൾ കീമോ ഡിലേ ചെയ്യാൻ പറ്റില്ല, അത് കണ്ടിന്യൂ ആയിട്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ ഈ പ്രിക്കോഷൻസ് എല്ലാം നോക്കിയിട്ടാണ് കൊടുക്കാറ്. ചില ടൈപ്പ് ട്യൂമേഴ്സ് ഉണ്ട് നമ്മൾ മെല്ലെ ഗ്രോ ചെയ്യുന്ന, വളരെ സ്ലോ ആയിട്ട്. ചില ബ്ലഡ് ടൈപ്പ് ട്യൂമേഴ്സ് ഉണ്ട്, ഈ ലോ ഗ്രേഡ് ലിംഫോമ പറഞ്ഞിട്ട്, മൾട്ടിപ്പിൾ മൈലോമ. അങ്ങനത്തെ കേസസിൽ നമ്മൾക്ക് ആക്ച്വലി കീമോതെറപ്പി കൊടുക്കുന്ന ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റും. അത് ഒരു 1 മന്ത് വരെയൊക്കെ ഡിലേ ചെയ്തിട്ട് വലിയ പ്രോബ്ലംസ് കാണാറില്ല. ഈ ഏർജൻറ്റായിട്ട് ഈ ലിംഫോമ, ലുക്കീമിയ പറയുന്ന ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിൽ, പിന്നെ ഈ വലിയ കൊളോറെക്ടൽ ക്യാൻസേഴ്സ്, വലിയ ലങ് ട്യൂമേഴ്സ് 2 സെൻറ്റിമീറ്ററിൻ്റെ മേലെ, ഇങ്ങനത്തെ ടൈപ്പ് ട്യൂമേഴ്സിൽ നമ്മൾ കൂടുതൽ ഡിലേ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. നൗ ഇത് കീമോതെറപ്പിനെ പറ്റിയായിരുന്നു. ഇപ്പോൾ നമ്മൾ റേഡിയേഷൻ തെറപ്പിയും ക്യാൻസറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണല്ലോ. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷനോ വ്യത്യാസങ്ങൾ ചെയ്യണോ ഈ കോവിഡ് പാൻഡമിക് സമയത്ത്? തീർച്ചയായിട്ടും. അപ്പോൾ റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ബേസിക്കലി ഒരു ഓൾറെഡി പറഞ്ഞ മാതിരി ഒരു പേഷ്യൻറ്റും അവരുടെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരും എത്രയും കുറഞ്ഞ സമയം ഹോസ്പിറ്റലിൽ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ കൂടെ ഫലത്തിൽ വലിയൊരു കുറവില്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റേഡിയേഷൻ്റെ ഓരോ ദിവസമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാലയളവ് ചുരുക്കാൻ പറ്റുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രധാനമാണ്. ദറ്റ് ഈസ് സിംപ്ലർ ടെക്നിക്സ്. കുറേ സമയം കൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്സ് ഉപയോഗിക്കുന്നതിന് പകരം ഏകദേശം അതേ ഫലം കൊടുക്കുന്ന രീതിയിലുള്ള സിംപ്ലറായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ സിംപ്ലർ ടെക്നിക്ക് ചൂസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, പേഷ്യൻ്റ് സെലക്ഷൻ. ഈ രോഗിക്ക് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ മാതിരി ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു പാലിയേറ്റീവ് സെറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഇവർക്ക് 10% കൂടുതലെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ട് ഫലം ഉണ്ടാവും, വലിയൊരു കോംപ്ലിക്കേഷൻ റിസ്ക് ഇല്ല, ലോ റിസ്ക് കോവിഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകണം. അതും ഈ പറഞ്ഞ സിംപിളായിട്ടുള്ള ടെക്നിക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മലാശയത്തിലുള്ള ട്യൂമർ സാധാരണ രീതിയിൽ വരുവാണെങ്കിൽ ഒരു പകുതി പേഷ്യൻസിനെങ്കിലും ഒരു 6 ആഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സാധാരണഗതിയിൽ ഗുളികേൻ്റെ കൂടെ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഷെഡ്യൂളായിട്ടാണ് വേണ്ടി വരിക. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഈ ഇടയ്ക്ക് ഏകദേശം അതിൻ്റെ തുല്യമായിട്ടുള്ള ഒരു ഫലം തന്നെ ഒരു ഷോർട്ട് കോഴ്സ് റേഡിയേഷൻ, അതായത് ഈ ഒരു 5 ആഴ്ചയിൽ കൂടുതലുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് പകരം 5 ദിവസം കൊണ്ട് തന്നെ ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സംവിധാനം അത്യാവശ്യം ഫലപ്രദമാണ് എന്നുള്ളത് നമുക്ക് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനത്തെ പേഷ്യൻസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷോർട്ട് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് പ്രിഫർ ചെയ്യുക. അതായത് ടോട്ടൽ കാലയളവ് 5 ആഴ്ചന് പകരം 5 ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അത് രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് നീട്ടിവെക്കാൻ പറ്റുന്ന സാധ്യതയുള്ള പേഷ്യൻസ് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഡിലേ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞ മാതിരി ER/PR പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് പേഷ്യൻസിൻ്റെ, HER2 എന്ന് പറഞ്ഞ റിസപ്റ്റർ നെഗറ്റീവ് എന്ന് പറയുന്ന കാഠിന്യം കുറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ട്യൂമർ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപക്ഷെ കീമോ പോലും നമുക്ക് ചെറിയ തോതിൽ ഗുളിക കൊടുത്തിട്ട് വി ക്യാൻ ട്രൈ ടു ഡിലേ ദി ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റ്, അതായത് സർജറി കഴിഞ്ഞിട്ടുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് ഈ പേഷ്യൻസിൽ ചെറിയ തോതിൽ ഗുളിക സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഈ സേഫായിട്ടുള്ള ഒരു പീരീഡ് വരെ എത്തിച്ച് കഴിഞ്ഞ് നമ്മളിത് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ കാരണം, നമ്മൾ ഇത്രയും സമയം ഈ ട്രീറ്റ്മെൻറ്റ് നീട്ടിവെക്കാന്നുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ, ഈ കോവിഡ്
ഇൻഫെക്ഷൻ പേഷ്യൻറ്റിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്, പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ ഹെൽത്ത് കെയർ പേഴ്സണലിനും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു കോവിഡ് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഇത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്, ആ ഹെൽത്ത് കെയർ പേഴ്സണലിനെയും കൂടി ബാധിക്കുന്നതുകൊണ്ട് ആ എൻറ്റയർ ടീം വിൽ ഹാവ് ടു ബി അണ്ടർ ഡിഫിക്കൽട്ടി. സോ ബാക്കിയുള്ള പേഷ്യൻസിനും കൂടി, ഇത് ബാക്കി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനും കൂടി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അളവിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൽ തന്നെ എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻസ്, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ബ്ലീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് കംപ്രഷൻ, നട്ടലിൻ്റെ നരമ്പിനെ അമർത്തുന്ന ഒരു ട്യൂമർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധി നമ്മൾ നേരത്തെ തന്നെ ചെയ്യേണ്ടി വരും. അത് ഒരുപാട് നമുക്ക് നീട്ടിവെക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഇതിന് പകരമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെയിൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ റേഡിയേഷൻ കൺസിഡർ ചെയ്യാം എന്നുണ്ടെങ്കിൽ അവർക്ക് ഗുളിക കൊണ്ടോ മരുന്ന് കൊണ്ടോ ആ പെയിന് തൽക്കാലം ഒന്ന് ശമനം കിട്ടാനുള്ള വഴിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണം. കഴിയുന്നതും ഗുളികയിലോ മെഡിസിൻസിലോ നമ്മൾ സിംറ്റം ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പിന്നീട് റേഡിയേഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. പിന്നെ ഈ കീമോതെറപ്പീൻ്റെ കാര്യം പറയുമ്പോൾ പേഷ്യൻസ് അഡീഷണലായിട്ട്, പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സും അഡീഷണലായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അതായത് ഇപ്പോൾ റൊട്ടീനായിട്ട് ഇപ്പോൾ കീമോ കഴിഞ്ഞിട്ട് റൊട്ടീൻ ബ്ലഡ് കൗണ്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്യും, അത് സ്ട്രിക്റ്റായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ഈ സമയത്ത് ഫോളോ ചെയ്യണോ, അത് അതിൽ ചെറിയ ഇളവോ എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ? സോ നമ്മൾ നോർമലി കീമോതെറപ്പി എടുക്കുന്ന പേഷ്യൻസ് ആദ്യം പറഞ്ഞില്ലേ, ഇതിൻ്റെ എപ്പിഡമിക്കിന് മുമ്പേ തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പേഷ്യൻസ് മാസ്കും ഇങ്ങനെ ഈ ക്ലെൻലിനെസ്, ഹാൻഡ് വാഷിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. ഇപ്പോൾ ഈ കൊറോണേൻ്റെ ഈ സമയത്ത് സെയിം ഈ പ്രിക്കോഷൻസ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ടത്. നമ്മൾ നോർമലി ഒരു കീമോതെറപ്പി എടുക്കുന്ന പേഷ്യൻറ്റ് അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടോ, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടുണ്ടോ, അത് നോക്കാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വരാതെ അടുത്തുള്ള ഒരു സെൻറ്ററിന് ഒരു CBC ചെയ്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വിളിച്ച് ഇൻഫോം ചെയ്യാണ് ബെറ്റർ, സേഫർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട്. ചില പേഷ്യൻറ്റിൽ ഈ കൗണ്ട് കുറയുന്ന റിസ്ക് കുറവാണെങ്കിൽ നമ്മൾ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട് ടോട്ടലി ആയിട്ട്. പിന്നെ നമ്മൾ ഈ പാലിയേറ്റീവ് കീമോതെറപ്പി എടുക്കുന്ന പേഷ്യൻസ് അവർ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്? പാലിയേറ്റീവ് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസീസ്, ഈ ക്യാൻസറിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീമോതെറപ്പി അല്ലെങ്കിൽ ഗുളിക ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു പാലിയേറ്റീവ് കീമോ എടുക്കുന്ന പേഷ്യൻറ്റിൽ വലിയ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ, ശ്വാസമുട്ടലില്ല, അല്ലെങ്കിൽ വേദന ഇല്ല, അല്ലെങ്കിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ കീമോ തുടങ്ങി അതിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഡിലേ ചെയ്യുന്നതാണ് നല്ലൊരു കാര്യം. ചില പേഷ്യൻസിന് ഭയങ്കര വേദന, അല്ലെങ്കിൽ വയറ്റിൽ നീര് വരുന്ന, അല്ലെങ്കിൽ ശ്വാസമുട്ടൽ കൊണ്ട് തുടങ്ങിയ കീമോതെറപ്പി അത് നമ്മൾ നിർത്താൻ പറ്റില്ല. അത് പാലിയേറ്റീവ് ആയാലും നമ്മളത് കണ്ടിന്യൂ ചെയ്തിരിക്കണം. ഈ പേഷ്യൻസ് ഇപ്പം നിങ്ങൾ പറഞ്ഞു ചില അത്യാവശ്യ സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യേണ്ടി തന്നെ വേണ്ടി വന്നേക്കുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ട് കാണിക്കാനോ കാര്യങ്ങളോ പേഷ്യൻറ്റ് തന്നെ വരണോ, അതോ അവരുടെ റിലേറ്റീവ്സ് വന്നാൽ മതിയോ? വെദർ ദർ ഇസ് എൻ ഓപ്ഷൻ ഓഫ്, ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ടെലി കൺസൾട്ടേഷൻ ഒരു വലിയൊരു വരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു വി ഹാവ് ടു യൂസ് ദറ്റ് സോഷ്യൽ മീഡിയ ഇൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ. വെദർ ദ സോഷ്യൽ മീഡിയക്ക് ഇതിൽ എന്താണ് റോളുള്ളത്? സോ ഇതിൽ വളരെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റോളാണ് സോഷ്യൽ മീഡിയേൻ്റെ. ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യൻറ്റ് വിസിറ്റ് കുറയ്ക്കാനാണ്, ബിക്കോസ് വിസിറ്റിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കണമെങ്കിൽ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ഇവിടെ മിംസിൽ സ്റ്റാർട്ട് ചെയ്ത് ടെലി കൺസൾട്ടേഷൻ ആണ്. ടെലി കൺസൾട്ടേഷന് നിങ്ങളുടെ ഡോക്ടറായിട്ട് ഡയറക്റ്റായിട്ട് ഒരു വീഡിയോ കോളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കൺസൾട്ടേഷനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിസ്കസ് ചെയ്ത് ഇതിൽ ഡോക്ടേഴ്സ് ഈ പ്രിസ്ക്രിപ്ഷൻ ഇതൊക്കെ ഓൺലൈൻ തന്നെ എഴുതിയിട്ട് ഇത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് അയക്കാൻ പറ്റും. ആൻഡ് പേഷ്യൻറ്റിന് അവിടുന്ന് ലോക്കലായിട്ട് മരുന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഒരു ന്യൂ ആൻഡ് വളരെ ഒരു ഹെൽപ്ഫുൾ ഒരു ടൂളാണ് ഈ സോഷ്യൽ മീഡിയ തന്നെ. കാരണം ചില ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് ഈ ടെലി കൺസൾട്ടേഷൻ വഴി ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി നമ്മൾ ഈ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ അത് നമ്മൾക്ക് നമ്മൾ ത്രൂ ഫോണായിട്ട് അതും എടുക്കാനുള്ള അതിൻ്റെ
പെർമിഷൻ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കി എമർജൻസിയിൽ നമ്മൾക്ക് ഗുളികയോ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ഈ ടെലികൺസൾട്ടേഷൻ വഴി ചെയ്യാൻ പറ്റും. നൗ ഇങ്ങനത്തെ പേഷ്യൻസ്, ഈ ഫോളോ അപ്പ് ചെയ്യുന്ന പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് റേഡിയേഷൻ, കീമോ, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചില പേഷ്യൻസ് 3 മാസം 2 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന പേഷ്യൻസ്, അവർ ഈ സമയത്ത് പാൻഡമിക് സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? യൂഷ്വലി ഇപ്പോൾ ഫോളോ അപ്പിലുള്ള പേഷ്യൻസ് അവരുടെ എത്ര കാലയളവ് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് ആണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത് അവരുടെ രോഗത്തിൻ്റെ ആദ്യത്തെ സ്ഥിതി എന്തായിരുന്നു, എന്ത് ടൈപ്പ് ആയിരുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് ഫോളോ അപ്പിലുള്ള പേഷ്യൻസ് തീർച്ചയായിട്ടും ഈ ക്രൈസിസിനിടയ്ക്ക് OP വിസിറ്റിലേക്ക് വരേണ്ട നിർബന്ധമില്ല. തീർച്ചയായിട്ടും ഈ ക്രൈസിസ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതല്ല, ഏർലി ഫോളോ അപ്പിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഓൾറെഡി പറഞ്ഞ മാതിരി കഴിയുന്നതും ഹോസ്പിറ്റൽ വിസിറ്റ് നമ്മൾ കുറയ്ക്കണം. കാരണം ഏസിംറ്റമാറ്റിക് കാരിയേഴ്സിൽ നിന്ന് ഇവർക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ടെലി കൺസൾട്ടേഷൻ്റെ ഫെസിലിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവർ ഒരു കൺസൾട്ടേഷന് വരുമ്പോൾ തന്നെ അവർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അവർ ഡോക്ടറായിട്ട് ആ ഒരു 10-15 മിനിറ്റ് എത്രയാണോ സമയം, അത്രയും സമയം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരുവിധം ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഗൈഡ് ലൈൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, റൊട്ടീനായിട്ടുള്ളൊരു ഫോളോ അപ്പ് വിസിറ്റ് ഏസിംറ്റമാറ്റിക് ആയിട്ടുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഹൈ ഗ്രേഡ് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം വരെ ഫോളോ അപ്പ് നീട്ടി വെക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. തീർച്ചയായിട്ടും അതിന് ഈ ടെലി കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിക്കാം. അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പാലിയേറ്റീവായിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു പാലിയേറ്റീവ് കീമോ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു പേഷ്യൻറ്റെ കാണേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ ഓൾറെഡി കുറച്ച് ഡെബിലിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ ഹോസ്പിറ്റൽ സന്ദർശനം ഒഴിവാക്കിയിട്ട് ഒരു ഹോം കെയർ എന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? സോ ഓൾറെഡി നമ്മൾ പേഷ്യൻസ് കുറേ നമ്മൾ കേരളയിൽ തന്നെ പാലിയേറ്റീവ് കെയർ ആയിട്ട് നമ്മൾ ചില ഈ പഞ്ചായത്തും ഡിസ്ട്രിക്ട്സിൽ പാലിയേറ്റീവ് ഹോം വിസിറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഈ ഇൻഫെക്ഷൻ ഉള്ള ഒരു സമയത്ത് നമ്മൾ വേറെ ഒരു ഓപ്ഷൻ ഇവിടെ ബിംസിൽ തന്നെ ഉള്ളത്, നമ്മൾ ഒരു ഹോം വിസിറ്റായിട്ട് ഹോം ട്രീറ്റ്മെൻറ്റ്, ഹോം കെയർ പറഞ്ഞ ഒരു ഫെസിലിറ്റി ഉണ്ട്. സോ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചെക്ഷൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രിപ്പൊക്കെ മീൻസ് ഇഞ്ചെക്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ, അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിൽ നമ്മൾ ഈ ഹോം കെയർ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഒരു ഡോക്ടറും ഒരു നഴ്സിംഗ് സ്റ്റാഫും പേഷ്യൻറ്റിനെ ഒന്ന് അവിടെ വീട്ടിലെത്തിയിട്ട് അവിടെ തന്നെ വീട്ടിൽ നിന്ന് ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ട്, പിന്നെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ്സോ യൂറിൻ ടെസ്റ്റ്സോ എന്തെങ്കിലും വിടണമെങ്കിൽ എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് പിന്നെ അവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എന്തെങ്കിലും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റിംഗ് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്ലാന്, പേഷ്യൻറ്റിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ. നമ്മൾ അതും എല്ലാ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾക്ക് ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ഫ്ലൂയിഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കീമോതെറപ്പി ഇപ്പോൾ ചില വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ കീമോതെറപ്പി വീട്ടിൽ തന്നെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ അത് ഇത്ര ഒരു ഫുൾ ഓപ്പൺ ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് കീമോതെറപ്പി കുറച്ചൊരു റിസ്ക് ഉള്ള ഒരു മരുന്നാണ്. അതിൽ ആ സമയത്ത് കീമോ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിനെ മോണിറ്ററിങ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ പെട്ടെന്ന് ICU ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കെമിക്കലാണ് കീമോതെറപ്പി. സോ അത് ഇപ്പോൾ ഈ സമയത്ത് വീട്ടിൽ വന്നിട്ട് അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ അത് ഈ ഹെൽപ്പ് മീൻസ് അത് കീമോതെറപ്പീൻ്റെ അത് യൂസ് ഇല്ല. അതല്ലാതെ വേറെ ട്രീറ്റ്മെൻറ്റ്സ്, സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ ഈ കൗണ്ട് കൂട്ടുന്ന ഇഞ്ചെക്ഷൻ, അല്ലെങ്കിൽ ഈ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ബോൺ സ്ട്രെങ്ത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻ സോളിഡ്രോണിക് ആസിഡ് ZA, അതൊക്കെ എല്ലാം ഹോമിൽ തന്നെ ഈ ഹോം കെയർ വിസിറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. നൗ വേറൊരു ക്വസ്റ്റ്യൻ, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അവർക്ക് ഈ കോവിഡിൻ്റെ സിംറ്റംസ് വന്നാൽ, ഒരു ഫീവറും കോഫ് വന്നാൽ അവർ എന്താണ് ചെയ്യേണ്ടത്? മീൻസ് അത് ക്യാൻസർ കാരണമായിരിക്കും വിചാരിച്ചിട്ട് വീട്ടിലിരിക്കണോ, അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് ചെയ്യണോ? അത് ഹോസ്പിറ്റലിൽ എന്താ ഫെസിലിറ്റി ഇങ്ങനത്തെ ടൈപ്പ് പേഷ്യൻസിൽ എന്തായിരിക്കും ചെക്കപ്പിൻ്റെ രീതി? അത് ചോദിക്കണമായിരുന്നു. കഴിയുന്നതും അവർക്കുള്ള ലക്ഷണങ്ങൾ ഇപ്പോൾ കോവിഡിൻ്റെ ലക്ഷണം ഇപ്പോൾ ഫീവർ ആൻഡ് കോഫ് ഈവൻ കീമോതെറപ്പി എടുത്തിട്ടുള്ള പേഷ്യൻസിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൗണ്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്യാം.
പിന്നെ അവർക്ക് സിംറ്റംസ് അത്യാവശ്യം സിംറ്റമാറ്റിക്കായിട്ട് 1-2 ദിവസം മാനേജ് ചെയ്തിട്ട് മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ആ 2 ദിവസം അവർ തീർച്ചയായിട്ടും ഒരു പ്രിസംപ്റ്റീവ് മെഷറായിട്ട് ഐസൊലേഷനിൽ കഴിയുക. സിംറ്റംസിന് കുറവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് അണ്ടർ പ്രൊട്ടക്റ്റഡ് സർക്കംസ്റ്റൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കുഴപ്പമില്ല എന്നുള്ളത് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത്രയും സമാധാനം. But we have to take care that if at all the patient, and maximum at least only one bystander comes with them who is not under high risk എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി താങ്കളുടെ അഭിപ്രായത്തിൽ? നമ്മളിവിടെ ഓൾസോ അങ്ങനെ ഫീവർ വരുന്ന പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എത്താണെങ്കിൽ മീൻസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി ഐസൊലേഷൻ വെച്ചിട്ടാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 days നമ്മളൊരു സെപ്പറേറ്റ് ഐസൊലേഷൻ വാർഡുണ്ട്. അവിടെ 2 days ഒന്ന് കിടത്തിയിട്ട് നമ്മൾ സിംറ്റംസ് കോഫൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോവിഡിൻ്റെ ടെസ്റ്റിങ്ങും ചെയ്യാറുണ്ട്. ടെസ്റ്റിംഗ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആയാലാണ് പിന്നെ നമ്മൾ ഐസൊലേഷന് പുറത്ത് പേഷ്യൻറ്റിനെ എടുക്കാറ്. ഇങ്ങനത്തെ ടൈപ്പ് പേഷ്യൻസിൽ കുറേയൊക്കെ ഈ കോഫും ഫീവറും നമ്മളെ കീമോൻ്റെ സൈഡ് ഇഫക്റ്റ് തന്നെ പറഞ്ഞ പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത്. എന്തെങ്കിലും ഈ കോവിഡിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് ഐസൊലേഷൻ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ലക്കിലി അങ്ങനെ ഇത്ര വരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പക്ഷേ ഓൾവേസ് പ്രിക്കോഷൻ എടുക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ്. അതെ, താങ്കൾ പറഞ്ഞ മാതിരി പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് കോവിഡിനേക്കാൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് സൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് പേഷ്യൻസിന്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനും അവരുടെ കെയർ ഗിവേഴ്സിനും താങ്കൾ ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് എന്താ പറയുക? സോ ഞാൻ കൂടുതൽ കീമോതെറപ്പി പേഷ്യൻസിൻ്റെ ഡീൽ ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റൂൾ നമ്പർ 1 ഫസ്റ്റ് നമ്മൾ ഈ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ കുറയ്ക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കോവിഡിലിപ്പോൾ കീമോയിൽ തന്നെ നമ്മൾ പ്രിക്കോഷൻ യൂസ് ചെയ്യുന്ന സെയിം പ്രിക്കോഷൻസ് തന്നെയാണ് നമ്മൾ കോവിഡിൻ്റെ എതിരായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം. ചില പേഷ്യൻസ് നമ്മൾ പറയുന്നുണ്ടാവും നമ്മൾ കീമോതെറപ്പി ഡിലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറയുന്ന മീൻസ് ഡോക്ടേഴ്സാണ് അത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടർ പറയുന്ന പോലെ അത് ഡിലേ ചെയ്യുന്ന ചില ടൈപ്പ് കീമോസ് ഡിലേ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഡിലേ ചെയ്തിട്ട് പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കുക. ഈ കൗണ്ട് കൂട്ടുന്ന ഇഞ്ചെക്ഷൻസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചില കീമോതെറപ്പി ഡ്രഗ്സ് നമ്മൾ ഇഞ്ചെക്ഷന് മാറ്റിയിട്ട് പിന്നെ ഓറൽ തെറപ്പി ആയിട്ടും മാറ്റാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കുന്നത്. നമ്മൾ റേഡിയേഷൻ്റെ കാര്യത്തിലും ചുരുങ്ങിയ കാലയളവ് കൊണ്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. സിംപ്ലറായിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക എന്നാണ് സാധ്യത. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, കാരണം റേഡിയേഷൻ്റെ ഷെഡ്യൂൾ ദിവസവും സന്ദർശനം ഉള്ളതുകൊണ്ട് കഴിയുന്നതും അത് നമുക്ക് ലിമിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരിഭ്രമമോ പേടിയോ അല്ല നമുക്കിപ്പോൾ വേണ്ടത്. പക്വതയോടുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതിന് ധൈര്യത്തോടു കൂടി ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നിങ്ങളുടെ നല്ലതിനാണ്, പിന്നെ ബാക്കിയുള്ളവരുടെ നല്ലതിനും വേണ്ടിയിട്ടുമാണ് ഡോക്ടർ പറയുന്നത് എന്നുള്ളത് വിശ്വസിച്ച് ഈ ഒരു ക്രൈസിസ് നമുക്ക് തരണം ചെയ്യണം, അതിജീവിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹവും അഭ്യർത്ഥനവും. താങ്ക് യു.